ഈ പറയുന്ന കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ വന്ന തെളിവുകളും ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത്? ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. എത്രയോ പീഡന പരാതികൾ വന്നിട്ട് ഒതുക്കി തീർത്തിയ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അല്ലാതെയും പാർട്ടി ഓഫീസിൽ ക്യാമറ വെച്ച് അത് പുറത്തു വന്ന സംഭവങ്ങൾ എത്ര പാർട്ടിക്കകത്തുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് മുഖ്യമന്ത്രി. സ്ത്രീകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉന്നത പദവി നൽകുന്ന രീതിയുള്ളത് CPM-നാണ്. ഒരു മുൻ MLA 2 ആഴ്ചയായി അദ്ദേഹത്തിനെതിരെ ഒരു നടി പരാതി കൊടുത്തിട്ട് കൈവച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ വർത്താനം പറയുന്നത്, ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച് നിൽക്കുന്ന ആളിനെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കിയ ആളാണ് ഈ വർത്താനം പറയുന്നത്. കേരളത്തിൽ സ്ത്രീപീഡനം ഉണ്ടാകുമ്പോഴൊക്കെ അവരെ പാർട്ടി കോടതിയിൽ വെച്ച് വിചാരണ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് ഈ വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത പാർട്ടിയാണ്. CPM എന്ത് നടപടിയെടുത്തു? സ്ത്രീലമ്പടന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് ഈ വർത്താനം പറയുന്നത്. 2 ആഴ്ചക്കാലം ഒരു പരാതി ഒരു നടി കൊടുത്തിട്ട് കൈവച്ചിരിക്കുകയായിരുന്നു. എന്താ അദ്ദേഹം പോലീസിന് ഫോർവേഡ് ചെയ്യാത്തത്? KPCC പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അടുത്ത നിമിഷം അദ്ദേഹം ആ പരാതി DGPക്ക് കൊടുത്തു. അതാണ് ഞങ്ങളും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം.